ഇപ്പോൾ ബാച്ചിലർ പാർട്ടി രണ്ടാമതും അത് ആ പഴയ ബാച്ചിലർ പാർട്ടിയുടെ ഒരു തുടർച്ചയാണോ അതോ എന്താ പറയുക വേറെ കുറേ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ബാച്ചിലർ പാർട്ടി ഡു എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അതൊരു ഫ്രഞ്ച് വാക്കാണ്. അതിൽ എന്താ പറയുന്നത് രണ്ട് എന്നുള്ള അർത്ഥം. പിന്നെ അമൽനീര തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ ഏതൊരു അർത്ഥത്തിലും വരാം. അപ്പം അങ്ങനെ പല പല അർത്ഥങ്ങളും ദുരൂഹതകളും സസ്പെൻസ് ഒളിപ്പിച്ചിട്ടാണ് പുതിയൊരു അനൗൺസ്മെൻറ്റ് അമൽനീരത് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പ് എന്താ പറയുക ഇന്നത്തെ യുവതാരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഭയങ്കര ഇതായിട്ടുള്ള നസ്ലിനും പിന്നെ അമൽനീരത്തിൻ്റെ സ്വന്തം ആൾക്കാരായ സൗബിൻ, ശ്രീനാഥ് വാസി, ഷറഫുദ്ദീൻ, പിന്നെ കുഞ്ചാക്കോ ബോബനും ടൊവിനോ തോമസും ഒക്കെ ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറയുന്നു. എനിക്കൂടെ അമൽനീരതും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും അൻവർ ഷീദും ഇവരെല്ലാവരും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഗ്യാങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ്ങിലേക്കാണ് ആദ്യമായിട്ട് നസ്ലിം വരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു ചർച്ച പറയുമ്പോൾ പഴയ ബാച്ചിലർ പാർട്ടി, അതായത് 2012 ആ ഒരു ബാച്ചിലർ പാർട്ടിയുടെ കുറേ ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു അനൗൺസ്മെൻറ്റും ആ ഒരു സിനിമയുടെ അന്ന് ആ ഒരു സിനിമ ഉണ്ടാക്കിയൊരു ഹൈപ്പൊക്കെ അന്ന് ആ ഒരു സിനിമ അത് ഫോളോ ചെയ്തവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അതായത് 2011 നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് ബാച്ചിലർ പാർട്ടി അന്ന് അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അന്ന് അമൽനീരത് അൻവർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കൊക്കെ ശേഷം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആദ്യമായിട്ട് അമൽനീരത് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് അമൽനീരത് നമുക്കറിയാം അമൽനീരത്തിൻ്റെ ഒരു കരിയർ ജേണി എടുത്തു കഴിഞ്ഞാൽ ക്യാമറാമാനായിട്ടാണ് തുടങ്ങിയത്. ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മുടെ രഞ്ജിത്ത് മമ്മൂട്ടി സിനിമയുടെ ക്യാമറാമാനായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അമൽനീരത് വന്ന് ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമ, ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് മമ്മൂട്ടിയുടെ ഡേറ്റ് കൊടുക്കുള്ളൂ ബിഗ് ബി ചെയ്യുന്നു. ബിഗ് ബി അന്ന് തിയേറ്ററിൽ ശരിക്ക് ഫ്ലോപ്പായിരുന്നു. അത് അന്ന് തിയേറ്ററിലൊക്കെ ഭയങ്കര ഹിറ്റൊന്നുമില്ല. ഒപ്പിറങ്ങിയ ചോട്ട മുംബൈയും വിനോദയാത്രയ്ക്ക് വരുന്ന അന്ന് സൂപ്പർ ഹിറ്റായത്. പക്ഷേ ബിഗ് ബിക്ക് പിന്നീട് ഒരു കൾട്ട് ഫോളോയിങ് വന്നു. അന്നും ആ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ഒരു പ്രത്യേക ഓഡിയൻസ് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അമൽനീരത് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ അന്നവിടെ ശ്രദ്ധിക്കപ്പെട്ടു. അത് കേട്ട് പിന്നീട് സാഗ്രിയലസ് ജാക്കി ഇതിൻ്റെ നമ്മുടെ 20ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ ചെയ്യുന്നു. അത് പക്ഷേ അമൽനീരത് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അമൽനീരത് അതിലൊരു എന്താ പറയുക ചെയ്യാൻ നിർബന്ധിതനായി. കാരണം അന്ന് ഒരു പ്രൊജക്റ്റായിട്ട് അമൽനീരത്തിൻ്റെ അടുത്ത് വരുന്നു, അമൽനീരത് ഡയറക്റ്റ് ചെയ്യുന്നു, ആ ഒരു സിനിമ ചെയ്യുന്നു. പക്ഷെ അത് ഭയങ്കര ഇനീഷ്യലൊക്കെ കിട്ടി. പക്ഷെ ഒരു ബിഗ് ബിക്ക് കിട്ടിയ ഒരു പേര് സാഗ്രിയലസ് ജാക്കിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അൻവർ എന്ന് പറഞ്ഞ സിനിമ, അൻവർ അന്ന് ഭയങ്കര ഒരു ഇനീഷ്യലൊക്കെ വന്നൊരു സിനിമയായിരുന്നു. ഈ പറഞ്ഞ പോലെ അത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായോ ഭയങ്കര ലാഭം നേടിയ സിനിമയൊന്നുമല്ല. പക്ഷേ അമൽനീരത്തിൻ്റെ ഒരു ഓഡിയൻസും എന്താ പറയുക ആ ഒരു ഓഡിയൻസിനെ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അമൽനീരത്തിന് അതൊരു ഭയങ്കര ഗുണം കിട്ടിയൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് സിനിമ ചെയ്ത സിനിമയായിരുന്നു ബാച്ചിലർ പാർട്ടി.